വിശുദ്ധരോടൊക്കെ ഒത്തിരി ആദരവും ബഹുമാനവും എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ചില വിശുദ്ധരോടൊക്കെ കുറച്ചും കൂടി അസൂയയും തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു? അതിന് നല്ലൊരു ഉദാഹരണമായി പറയാനുള്ളത് ഫ്രാൻസിസ് സേവ്യറിനെയാണ്. ഈ വിശുദ്ധനൊക്കെ എങ്ങനെയാണ് ഇത്രത്തോളം തീക്ഷ്ണത വന്നത്, ഇത്രത്തോളം വചനത്തെ അതേപടി ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത്? വിശുദ്ധ ഇഗ്നേഷ്യസിലൂടെ ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന മത്തായി സുവിശേഷത്തിലെ വചനം കേൾക്കുമ്പോൾ ഈ വിശുദ്ധന് പിന്നീട് മാറ്റമുണ്ടാവുകയാണ്. മാറ്റം മനസ്സിൽ മാത്രമല്ല, ശരീരത്തിലും മാറ്റമാണ്. ഈ മാറ്റം കൊണ്ട് ഈ മനുഷ്യൻ കുറച്ചും കൂടി വ്യത്യസ്തനായി ജീവിച്ചു. മറ്റാരെക്കാളും അധികം ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചു. എന്നിട്ട് ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ലോകം മുഴുവനും ഓടി നടന്നു. പ്രിയമുള്ളവരെ, ഒരു വചനം കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? അതാണ് ഫ്രാൻസിസ് സേവ്യർ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി മാറുന്നത്. വലിയൊരു വെല്ലുവിളി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു ഇടപെടൽ തന്നെയാണ്. എത്രയോ വചനങ്ങൾ ജീവിതത്തിൽ നാമൊക്കെ കേൾക്കുന്നു, എത്രയോ വചനങ്ങൾ നാമൊക്കെ വായിക്കുന്നു. എന്നിട്ട് ഈ വചനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കോറിയിടുന്നുണ്ടോ? ഈ വചനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ടോ? ഒരു വചനം കേട്ടതിൻ്റെ പേരിൽ ഒരാൾ പിന്നീട് ക്രിസ്തുവിനെ മാത്രമായി തീരാൻ തൻ്റേതായ എല്ലാം ഉപേക്ഷിച്ച് ആ വചനത്തിന് വേണ്ടി പിന്നീട് അയാൾ ജീവിക്കുകയാണ്. ഇതാണ് വചനം മാംസം ധരിക്കുക എന്ന് പറയുന്നത്. ആ വചനം മാംസം ധരിച്ച ക്രിസ്തുവിനെ പോലെ ഒരാൾ വചനം മാംസമായി മാറുന്നു. അദ്ദേഹം പിന്നീട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചു, ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. അതാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത വിശ്വാസം. ഓരോ ഇടങ്ങളിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് ക്രിസ്തുവിനെക്കുറിച്ചായിരുന്നു. ആ നാടിൻ്റെ സംസ്കാരത്തെയും ആ നാടിൻ്റെ ജീവിതത്തെയും മനസ്സിലാക്കി അദ്ദേഹം ഓരോരുത്തർക്കും ക്രിസ്തു എന്ന പുതിയൊരു അനുഭവം പറഞ്ഞു കൊടുത്തു. അവിടെ ജ്ഞാനസ്നാനപ്പെടുത്തി അവർക്ക് ക്രിസ്തു ബോധ്യം നൽകി. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മോട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നാമൊക്കെ കേൾക്കുന്ന വചനം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടോ? അങ്ങനെ സ്പർശിച്ച വചനം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ നാവിൽ തീയായി സൂക്ഷിച്ച ചില മനുഷ്യരൊക്കെ ഇന്ന് സഭയിലെ വിശുദ്ധരാണ്. അവർ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവുണ്ടായിരുന്നു. അവർ ക്രിസ്തുവിന് വേണ്ടി നടന്നപ്പോൾ അവരുടെ പാദങ്ങൾ ഒരിക്കൽപ്പോലും തളർന്നിട്ടില്ല. ഇങ്ങനെ നാവിൽ ക്രിസ്തുവിനെ കൊണ്ട് നടന്നപ്പോൾ വലിയ തീക്ഷ്ണതയോടെ നടന്നവരൊക്കെയാണ് സഭയിലെ വിശുദ്ധർ, സുവിശേഷ പ്രഘോഷകർ. നാമൊക്കെ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ്. ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവിന് വേണ്ടി എന്തുമാത്രം നാമൊക്കെ ഓടിയിട്ടുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ച് എന്തുമാത്രം സംസാരിച്ചിട്ടുണ്ട്. അതിനേക്കാളുമൊക്കെ ഉപരി ക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1000 ചോദ്യങ്ങൾ ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ വിശുദ്ധനും നമ്മുടെ മുമ്പിലെ വെല്ലുവിളിയായി ഉയരുകയാണ്. അപ്പോഴും നാം ഇനിയും അടുക്കേണ്ട ക്രിസ്തുവിലേക്കുള്ള ഒരു ദൂരം അകന്നു തന്നെ നിൽക്കുകയാണ്. കുറച്ചും കൂടി വചനത്തെ സ്നേഹിക്കാൻ, ആ വചനത്തിൽ ജീവിക്കാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇന്നേ ദിവസവും ഇന്നത്തെ സുവിശേഷവും നമ്മളെ സഹായിക്കട്ടെ. സ്നേഹത്തിൻ ദീപനാളമാ, ത്യാഗത്തിൻ പുണ്യസൂനമാ, വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ യേശുവിൻ വേദസാക്ഷിയായി. സ്നേഹത്തിൻ ദീപനാളമാ, ത്യാഗത്തിൻ പുണ്യസൂനമാ, വിശുദ്ധനായ ഫ്രാൻസിസ്
വേദസാക്ഷിയായി സ്നേഹത്തിൻ ദീപനാളമായി ത്യാഗത്തിൻ പുണ്യസൂനമായി വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ യേശുവിൻ വേദസാക്ഷി